Hello and welcome back. As part of discussing the ethical practices in research, today we'll be focusing on plagiarism. We had already discussed the importance of ethics in research, ethical principles in academic code of conduct, and the three common misconducts in research. That is fabrication, falsification, and plagiarism. Those learners who have not gone through that, kindly go through it first and then come back to this session. I would like to remind you, it comes under your course Foundational Skills for Research and Writing, Block 2nd, Unit 3. Course code being M21UC01AC, a course common for all postgraduate students of Sreenarayanaguru Open University. So let's have a look what plagiarism is, how many types of plagiarism are there, and how we can avoid plagiarism. Plagiarism is when someone uses someone else's work, ideas or words without giving them proper credit. മറ്റുള്ളവരുടെ ഐഡിയാസ് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തു വെച്ചിരിക്കുന്ന കണ്ടൻറ്റ് അവരുടെ അനുവാദമില്ലാതെ സ്വന്തം എന്ന രീതിയിൽ അങ്ങ് ഉപയോഗിക്കുന്നതിനെയാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. വിത്തൗട്ട് ഗിവിങ് ദം പ്രോപ്പർ ക്രെഡിറ്റ്, അവർക്കതിൻ്റെ ഒരു കടപ്പാട് രേഖപ്പെടുത്താതെ അവരുടെ കണ്ടൻറ്റ്, അവരുടെ ഐഡിയ, അവരുടെ തോട്ട്സ് അതെല്ലാം മോഷ്ടിക്കുന്നതിനെയാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. Plagiarism is nothing but the act of using or presenting someone else's work as your own. Regarded as a literary theft. Plagiarism comes from the Latin word plagiaris, which means kidnapper. Kidnapper എന്നർത്ഥമുള്ള ലാറ്റിൻ വേർഡ് പ്ലഗാരസിൽ നിന്നാണ് പ്ലേഗറിസം ഉരുത്തിരിഞ്ഞ് വന്നത്. അതിനെ ഒരു ലിറ്റററി തെഫ്റ്റ് എന്നാണ് പറയുന്നത്. ഐഡിയാസ് മോഷ്ടിക്കുക തന്നെയാണ് പ്ലേഗറിസം, അല്ലെങ്കിൽ കിഡ്നാപ്പ് ചെയ്യുന്നതിന് തുല്യമാണ് മറ്റുള്ളവരുടെ ഐഡിയാസിനെ നമ്മൾ മോഷ്ടിക്കുന്നത്. പൊട്ടൻഷ്യലി ദ മോസ്റ്റ് പ്രീവേലൻറ്റ് ടൈപ്പ് ഓഫ് റിസർച്ച് മിസ്കണ്ടക്ട് ഈസ് പ്ലേഗറിസം. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ആവർത്തിക്കപ്പെടുന്നതുമായ ഒരു മിസ്കണ്ടക്റ്റ് ആണ് പ്ലേഗറിസം. ആസ് എ റിസർച്ചർ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കണ്ടക്ട് തറോ റിവ്യൂ of all existing sources on the research topic. While doing so, it is very likely to get inspired and influenced by published works of others. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു റിസർച്ചർ എന്ന നിലയ്ക്ക് ഒരു അക്കാഡമിക് റിസർച്ച് പ്രോജക്റ്റിൽ നിങ്ങൾ ഏർപ്പെടുമ്പോൾ നാച്ചുറലി ആ ഒരു ഏരിയയിൽ ഓൾറെഡി ചെയ്യപ്പെട്ട റിസർച്ചിൻ്റെ ലിറ്ററേച്ചർ, അതിൻ്റെ കാര്യങ്ങൾ വായിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്, സ്വാഭാവികമാണ്. എന്നിട്ടല്ലേ അതിൻ്റെ ഫർദർ റിസർച്ചിലേക്ക് നിങ്ങൾക്ക് ഏർപ്പെടാൻ പറ്റൂ. സോ വൈൽ ഡൂയിങ് സോ, ഇറ്റ് ഈസ് വെരി ലൈക്ലി ടു ഗെറ്റ് ഇൻസ്പയർഡ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പബ്ലിഷ്ഡ് വർക്ക്സ് ഓഫ് അതേഴ്സ്. അപ്പം നാച്ചുറലി അങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ ചെയ്ത വർക്ക് അത് കണ്ടിട്ട് ഇൻസ്പയർഡ് ആവാനും ഇൻഫ്ലുവൻസ്ഡ് ആവാനും സാധ്യതയുണ്ട്. സംടൈംസ് ഇറ്റ് മേ റിഫ്ലക്റ്റ് ഇൻ ദ റൈറ്റിംഗ് നോയിങ്ലി ഓർ ആക്സിഡൻ്റലി. അറിഞ്ഞോ അറിയാതെയോ ആ ഐഡിയാസ്, ആ ലിറ്ററേച്ചർ അപ്പാടെ നിങ്ങളങ്ങ് മോഷ്ടിക്കും. Such an act becomes a sin when they have not acknowledged the original authors from whom the idea or text is borrowed. എടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ കടപ്പാട് രേഖപ്പെടുത്തണം, ശരിക്കും പറയണം, കൃത്യമായിട്ട് പറയണം ഏതാണ് ഓതർ, ഏതാണ് ടെക്സ്റ്റ്, ആരുടെ ഐഡിയാസാണിത്. പക്ഷേ അങ്ങനെ ചെയ്യാതെ നമ്മൾ അവരുടെ ലിറ്ററേച്ചർ, അവരുടെ കണ്ടൻറ്റ്, അവരുടെ ഐഡിയ, അവരുടെ തോട്ട് അപ്പാടെ മോഷ്ടിച്ച് നമ്മുടെ വർക്കിൽ ഉൾപ്പെടുത്തുമ്പോഴാണ് അത് പ്ലേഗറിസമായിട്ട് മാറുന്നത്. ദാറ്റ്സ് വൈ പ്ലേഗറിസം ഇസ് കോൾഡ് ദ ആക്ട് ഓഫ് യൂസിങ് ഓർ പ്രസൻറ്റിംഗ് someone else's work as your own. Regarded as a literary theft, it is one of the serious misconduct in research. So let's see what are the different types of plagiarism. Number one is copy-paste plagiarism. This is when someone copies entire sentences, paragraphs, or even whole articles from a source and presents it as his or her own work. എൻറ്റയർ സെൻറ്റൻസ് കോപ്പി ചെയ്യുക, ഫുൾ പാരഗ്രാഫോടെ തന്നെ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുക, എന്നിട്ട് സ്വന്തം ആർട്ടിക്കിളിലോ സ്വന്തം തീസീസിലോ സ്വന്തം റിസർച്ച് പ്രോജക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. നിങ്ങളുടെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു എക്സാമ്പിളിലൂടെ ഇതിനെ ഇലാബറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നിങ്ങൾക്കൊരു ധാരണ വരാം. അപ്പം നമുക്ക് ഈ ഗൂഗിൾ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഐഡിയാസ് ഒന്നും എടുത്തുകൂടെ, അഥവാ നമ്മുടെ റിസർച്ചിന് സഹായകരമായ ലിറ്ററേച്ചർ ആണെങ്കിൽ അതിനെ എങ്ങനെയാണ് നമ്മൾ സേഫായിട്ട് എടുക്കുന്നത് അതറിയണമല്ലോ.
അപ്പോൾ അതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഫോർ ഇൻസ്റ്റൻസ്, കൺസിഡർ ദ ഫോളോയിങ് കോട്ട് ഫ്രം ദ ഐവറി ത്രോൺ ക്രോണിക്കിൾസ് ഓഫ് ദ ഹൗസ് ഓഫ് ട്രാവൻകൂർ റിട്ടൺ ബൈ മനു എസ് പിള്ളൈ. മനു എസ് പിള്ളൈ എഴുതിയ ദ ഐവറി ത്രോൺ ക്രോണിക്കിൾസ് ഓഫ് ദി ഹൗസ് ഓഫ് ട്രാവൻകൂർ, അതിലെ ഒരു പോർഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് കാണിക്കുകയാണ്. In the 1940s, the ruler of Jaipur imported a minister from Mysore and sought to replicate its successes in his desert principality, starting schools, abolishing parda and so on. ഇതാണ് ആ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തെടുത്ത പോർഷൻ. The plagiarized version of this quote will be, നമുക്ക് നോക്കാം, മനു എസ് പിള്ളയുടെ ഈ ഒരു കോട്ട്, ഈ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ ഐവറി ത്രോൺ ക്രോണിക്കിൾസ് ഓഫ് ദ ഹൗസ് ഓഫ് ട്രാവൻകൂറിലുള്ള ഒരു പോർഷൻ ഒരു റിസർച്ചർ എടുക്കുകയെന്ന് വെച്ചോ. അതിൻ്റെ പ്ലേഗ്രൈസ്ഡ് വേർഷൻ എങ്ങനെയായിരിക്കും? ഇൻ ദ 1940s, the ruler of Jaipur imported a minister from Mysore and sought to replicate its successes in his desert principality, starting schools, abolishing parda and so on. Pillai 2016. ഇതാണ് അതിൻ്റെ പ്ലേഗറൈസ്ഡ് വേർഷൻ. ഒരു മാറ്റവുമില്ല, അതേപോലെ ഇങ്ങ് എടുത്തിരിക്കുകയാണ്. ഇൻ ദിസ് കേസ് ദ ടെക്സ്റ്റ് ഈസ് കംപ്ലീറ്റ്ലി കോപ്പീഡ് ഫ്രം ദ ഒറിജിനൽ ഓതർ. എങ്ങനെ ഒറിജിനൽ ഓതർ എഴുതിയോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അതേപോലെ അപ്പാടെ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈവൻ ദോ ഇറ്റ് ഈസ് സൈറ്റഡ് പ്രോപ്പർലി, ദിസ് അക്കൗണ്ട്സ് ടു പ്ലേഗറിസം ബിക്കോസ് ദ ടെക്സ്റ്റ് ഈസ് നോട്ട് റിട്ടൺ ഇൻ കൊട്ടേഷൻ മാർക്സ്. നോക്കിയേ, ഇത് നമുക്ക് വളരെ കോമൺ ആയിട്ട് പറ്റുന്നൊരു തെറ്റാണ്. ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്, സി ബ്രാക്കറ്റിൽ പിള്ളൈ 2016 കടപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്കൊരു ധാരണ വരും, അപ്പോൾ ഇത് പ്ലേഗറിസത്തിൽ വരില്ലല്ലോ എന്ന്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് റിട്ടൺ ഇൻ കൊട്ടേഷൻ മാർക്സ്. കൊട്ടേഷൻ മാർക്സിൽ ഇടാത്തത് കാരണം അത് പ്ലേഗറിസത്തിൽ വരും. അപ്പോൾ ഇത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരാളുടെ മാറ്റർ നമ്മൾ അപ്പാടെ ഇങ്ങോട്ട് എടുക്കുമ്പം നമ്മളത് കൊട്ടേഷനിലിടണം, പ്ലസ് അതിൽ കടപ്പാടും രേഖപ്പെടുത്തണം. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഇങ്ങനെ ചെയ്യുമ്പം? ഇറ്റ് അപ്പിയേഴ്സ് ടു ബി ദ വേർഡ്സ് ഓഫ് ദ റൈറ്റർ വെൻ ഇറ്റ് ഈസ് ഇൻ ഫാക്ട് എക്സ്പ്രസ്ഡ് ബൈ അനദർ പേഴ്സൺ ഇൻ അനദർ പബ്ലിഷ്ഡ് വർക്ക്. മനു എസ് പിള്ളയുടെ ദ ഐവറി ത്രോൺ എന്ന ബുക്കിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. പക്ഷേ നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇങ്ങനെ എഴുതുമ്പം പിന്നീട് വായിക്കുന്നവർക്ക്, നമ്മുടെ ആർട്ടിക്കിൾ വായിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മുടെ റിസർച്ച് തീസിസ് വായിക്കുന്നവർക്ക് ഇത് നമ്മുടെ വേർഡ്സ് ആണെന്ന് തോന്നിപ്പോകും, കാരണം കൊട്ടേഷനിലല്ലാത്തത് കാരണം. അതുകൊണ്ട് ഇത് കോപ്പി പേസ്റ്റ് പ്ലേഗറിസത്തിൻ്റെ ഉള്ളിലാണ് വരുന്നത്. പകരം ഇതിനെ എങ്ങനെയാണ് എഴുതേണ്ടത്? ദ ടെക്സ്റ്റ് ഷുഡ് ബി റിട്ടൺ ആസ് ദ പ്രിൻസ് ഓഫ് ജയ്പൂർ recruited a minister to his kingdom in the 1940s and tried to imitate achievements of Mysore by establishing schools and getting rid of the parda. നമ്മുടെ രീതിയിൽ സെൻറ്റൻസിനെ ഫ്രെയിം ചെയ്ത് നമുക്ക് എഴുതാനുള്ള അവകാശമുണ്ട്. എന്നിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ പിള്ളൈ 2016 കടപ്പാട് രേഖപ്പെടുത്തുകയും വേണം. അല്ലാതെ നമ്മുടെ രീതിയിൽ സെൻറ്റൻസ് എഴുതിയിട്ട് അതിനി നമ്മുടെയാണെന്നും പറഞ്ഞ് വെക്കാനും പാടില്ല. കാരണം ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് മനു എസ് പിള്ളയുടെ ഐവറി ത്രോൺ എന്ന ബുക്കിലാണ്. അതുകൊണ്ട് തന്നെ കോപ്പി പേസ്റ്റ് പ്ലേഗറിസം എന്നുള്ളൊരു മിസ്കണ്ടക്ട് ഓഫ് റിസർച്ച് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ കടപ്പാട് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ അത് പ്ലേഗറിസത്തിൽ വരില്ല എന്ന്. പക്ഷേ അതല്ല സത്യം. നമ്മൾ നമ്മുടെ സെൻറ്റൻസിലാക്കുകയും വേണം. പക്ഷേ ഐഡിയ ഇപ്പോഴും മനു എസ് പിള്ളയുടെയാണ്, റൈറ്റ്? അതുകൊണ്ട് തന്നെ കടപ്പാട് മനു എസ് പിള്ളയ്ക്ക് കൊടുക്കുകയും വേണം. സോ നൗ പ്ലേഗറിസത്തിൻ്റെ ഒരു ടൈപ്പിനെ പറ്റി നിങ്ങൾ അവെയറാണ്, ദാറ്റ് ഈസ് കോപ്പി പേസ്റ്റ് plagiarism. When someone copies entire sentences, paragraphs or even whole articles from a source and presents it as his or her own work. അതാണ് കോപ്പി പേസ്റ്റ് പ്ലേഗറിസം. ഈ എക്സാമ്പിളിലൂടെ, ഈ മനു എസ് പിള്ളയുടെ ഈ ഒരു എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണും. നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം, പക്ഷേ അതിന് ചില മാനദണ്ഡങ്ങൾ ഉണ്ട്. ഒന്ന്, നമ്മുടെ സെൻറ്റൻസിലേക്ക് മാറ്റണം, എന്നിട്ടും നമ്മൾ കടപ്പാട് ബ്രാക്കറ്റിൽ രേഖപ്പെടുത്തണം ആരുടെ ബുക്കിൽ നിന്നാണ്. കാരണം ആഫ്റ്റർ ഓൾ ഐഡിയ അദ്ദേഹത്തിൻ്റെയാണ്, നമ്മുടെ അല്ല. സോ ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്ലേഗറിസം ഈസ് പാരാഫ്രേസിംഗ് പ്ലേഗറിസം. അതെന്താണ്? വെൻ എ പേഴ്സൺ ടേക്സ് someone else's ideas or content, changes a few words here and there, but keeps the same structure and meaning without giving credit. ഇത് വേറൊരു ടൈപ്പ് പ്ലേഗറിസമാണ്, പാരാഫ്രേസിംഗ് പ്ലേഗറിസം.
മറ്റുള്ളവരുടെ ഐഡിയ അല്ലെ കണ്ടൻറ്റ് എടുത്തിട്ട് അവിടെ ഇവിടെയും കുറച്ച് വേർഡ്സ് മാറ്റുക. ബട്ട് കീപ്സ് ദ സെയിം സ്ട്രക്ചർ ആൻഡ് മീനിങ് വിത്തൗട്ട് ഗിവിങ് ക്രെഡിറ്റ്. സ്ട്രക്ചറും മീനിങ്ങും എല്ലാം സെയിം ആണ്, കടപ്പാടും രേഖപ്പെടുത്തുന്നില്ല. എന്നിട്ട് ആ പാരഗ്രാഫിനെ അവിടെ ഇവിടെയും കുറച്ച് വേർഡ്സ് മാറ്റിയിട്ട് സ്വന്തം എന്ന രീതിയിൽ അങ്ങ് പബ്ലിഷ് ചെയ്യുക. അതിന് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ദിവാൻ ഹാഡ് ഈവൻ നെഗോഷിയേറ്റഡ് എൻ അഗ്രിമെൻറ്റ് വിത്ത് ജിന്ന ഫോർ ദ സപ്ലൈ ഓഫ് ഫുഡ് സ്റ്റഫ്സ് ഫ്രം പാകിസ്ഥാൻ and it had already been agreed to exchange representatives between Travancore and Pakistan. ഐവറി ത്രോൺ എന്ന മനു പിള്ളയുടെ തന്നെ വേറൊരു കോട്ടാണ് എക്സാമ്പിളായിട്ട് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പ്ലാഗറൈസ്ഡ് വേ, ആ കോട്ടിനെ എങ്ങനെയൊക്കെ മോഷ്ടിച്ചെഴുതാം എന്നുള്ളതാണ് ഈ കാണിക്കുന്നത്. ദിവാൻ ഹാഡ് മെയ്ഡ് എൻ അഗ്രിമെൻറ്റ് വിത്ത് ജിന്ന ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് സപ്ലൈസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ബിറ്റ്വീൻ ട്രാവൻകൂർ ആൻഡ് പാകിസ്ഥാൻ. അഗെയിൻ നമ്മളെല്ലാവരും അറിഞ്ഞോ അറിയാതോ ചെയ്തു പോകുന്ന ഒരു തെറ്റാണിത്. എന്താണ് ഈ ഒരു സെൻറ്റൻസിനെ ഇങ്ങനെ അങ്ങ് എടുത്തു. ദിവാൻ ഹാഡ് മെയ്ഡ് എൻ അഗ്രിമെൻറ്റ് വിത്ത് ജിന്ന ഫോർ ദി എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് സപ്ലൈസ് ആൻഡ് റെപ്രസെൻറ്റേറ്റീവ്സ് ബിറ്റ്വീൻ ട്രാവൻകൂർ ആൻഡ് പാകിസ്ഥാൻ. ഇത് നമുക്ക് തോന്നാം, ഞാൻ എൻ്റെ സെൻറ്റൻസിൽ തിരുത്തിയല്ലോ, വേർഡ്സൊക്കെ തിരുത്തിയല്ലോ, ഇനി എന്താ ഇതിന് കുഴപ്പം? പക്ഷേ കടപ്പാട് രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം മനു എസ് പിള്ളയുടെ ടെക്സ്റ്റിലാണ്, ദ ഐവറി ത്രോൺ എന്ന ടെക്സ്റ്റിലാണ് ആക്ച്വലി അത് ആ ഐഡിയ പറഞ്ഞിരിക്കുന്നത്, ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിത്തൗട്ട് അക്നോളജിങ് ദ സോഴ്സ് ഓർ യൂസിങ് കൊട്ടേഷൻ മാർക്സ്, ദ കണ്ടന്റ് ഇൻ ദിസ് എക്സാമ്പിൾ ഹാസ് ബീൻ പ്ലേഗറൈസ്ഡ് ബൈ റാൻഡംലി ഷിഫ്റ്റിംഗ്, ഡിലീറ്റിംഗ് ആൻഡ് റീകൺസ്ട്രക്റ്റിംഗ് സം വേർഡ്സ്. റാൻഡമായിട്ട് കുറച്ച് വേർഡ്സ് അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി വളരെ കലാപരമായി മാറ്റിയിട്ട് കൊട്ടേഷൻ ഇടാതെ കടപ്പാട് രേഖപ്പെടുത്താതെ അങ്ങ് എടുത്തു. സോ ഇറ്റ് കംസ് അണ്ടർ പ്ലേഗറിസം. എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് യൂസ് ചെയ്യേണ്ടത്? അഥവാ അങ്ങനെ ഒരു സെൻറ്റൻസ് നമുക്ക് എടുക്കണമെങ്കിൽ തന്നെ കൊട്ടേഷൻ ഇട്ടിട്ട് ദിവാൻ ആൻഡ് ജിന്ന ഹാഡ് അഗ്രീഡ് ടു ആൻ എക്സ്ചേഞ്ച് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആൻഡ് ഫുഡ് സപ്ലൈസ് ബിറ്റ്വീൻ ട്രാവൻകൂർ ആൻഡ് പാകിസ്ഥാൻ. കൊട്ടേഷൻ ഇട്ടിട്ട് പിള്ളൈ 2016. അങ്ങനെ ഒരു സെൻറ്റൻസ് എടുത്താൽ പോലും നമ്മൾ കോട്ട് ചെയ്ത് വേണം എടുക്കാൻ. സോ ദാറ്റ് വാസ് പാരാഫ്രേസിങ് പ്ലേഗറിസം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. വെൻ എ പേഴ്സൺ ടേക്സ് someone else's ideas or content, changes a few words here and there, but keeps the same structure and meaning without giving credit. മറ്റുള്ളവരുടെ ഐഡിയ എടുത്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം നടത്തിയിട്ട് കൊട്ടേഷൻ മാർക്കും ഇടുന്നില്ല, ക്രെഡിറ്റും കൊടുക്കുന്നില്ല, കടപ്പാടും രേഖപ്പെടുത്തുന്നില്ല. അങ്ങനെ ചെയ്യുന്നതും പാരാഫ്രേസിങ് പ്ലേഗറിസമാണ്. സോ നൗ വി നോ 2 types of plagiarism: copy paste plagiarism and paraphrasing plagiarism. The next one is self plagiarism. ഇങ്ങനെ ഒരു പ്ലേഗറിസം ഉണ്ടോ എന്ന് നമുക്ക് അതിശയം തോന്നും. പല റിസർച്ച് ചെയ്യുന്നവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് റിസർച്ച് എത്തിക്സ് വളരെ അനിവാര്യമാണെന്ന് പറയുന്നത്. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ദിസ് ഹാപ്പൻസ് വെൻ സംവൺ സബ്മിറ്റ്സ് ദ പ്രീവിയസ് വർക്ക് ഓർ പാർട്സ് ഓഫ് ഇറ്റ് ഫോർ എ ന്യൂ അസൈൻമെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ ഓർ പ്രോപ്പർ സൈറ്റേഷൻ. ഞാൻ തന്നെ പബ്ലിഷ് ചെയ്തൊരു ബുക്ക് കുറച്ച് വർഷം കഴിഞ്ഞ് അതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ വേറൊരു ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കുന്നു. അതും പ്ലേഗറിസമാണ്. അതിശയം തോന്നില്ലേ? അതും സെൽഫ് പ്ലേഗറിസമാണ്. നമ്മൾ നമ്മുടെ പബ്ലിഷ്ഡ് ബുക്ക് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ, പബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ബിക്കംസ് പബ്ലിക് അല്ലേ, ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നൊരു കാര്യം പിന്നെയും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സൈറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന ബുക്കിൽ നിന്ന് ഇന്ന ഓതറിൻ്റെയാണ് എടുക്കുന്നതെന്ന്. ഇറ്റ് ഈസ് ലൈക്ക് റീയൂസിങ് യുവർ ഓൺ വേർഡ്സ് ഓർ ഐഡിയാസ് ഫ്രം വൺ വർക്ക് ഇൻ അനദർ വിത്തൗട്ട് ടെല്ലിങ് എനി വൺ. നമ്മുടെ വർക്ക് തന്നെ റീയൂസ് ചെയ്യുന്നതും പ്ലേഗറിസത്തിൻ്റെ ഉള്ളിൽ വരും. ഇറ്റ് ഈസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ് ടു ക്രിയേറ്റ് ഫ്രഷ് കണ്ടൻറ്റ് ഫോർ ഈച്ച് ന്യൂ വർക്ക്. ഓരോ പുതിയ വർക്കിനും നമ്മളിതൊരു ലിറ്റററി കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ റിസർച്ച് ആർട്ടിക്കിൾസ് സമൂഹത്തിന് നന്മ ചെയ്യുന്ന കുറച്ച് ലിറ്റററി കോൺട്രിബ്യൂഷനാണ്. ഈ സെൽഫ് പ്ലേഗറിസം ഈവൻ ഫാക്കൽറ്റി മെമ്പേഴ്സിൻ്റെ ഇടയിൽ വളരെയധികം കാണാം. ഒരു ആർട്ടിക്കിൾ ഒരു ജേർണലിൽ കൊടുത്തിട്ട് അതിൻ്റെ ചില ടൈറ്റിൽ മാറ്റി അല്ലെ അത് തന്നെ വേറെ ജേർണലിൽ കൊടുക്കുക, എന്നിട്ട് പബ്ലിഷ് ചെയ്യുക. ഇതൊക്കെ സെൽഫിഷ് മോട്ടീവ്സിൻ്റെ അണ്ടറിൽ വരും. നമ്മുടെ സെൽഫ് അപ്രൈസലിന് വേണ്ടി, കരിയർ അഡ്വാൻസ്മെൻറ്റിന് വേണ്ടി ടീച്ചേഴ്സ് ചെയ്യുന്ന ചില പ്ലേഗറിസത്തിൻ്റെ ഒരു ഭാഗമാണിത്. വളരെ വൈഡായിട്ട് കാണുന്നതാണ്. ബട്ട് ഇറ്റ് കംസ് അണ്ടർ പ്ലേഗറിസം. സോ നൗ യു നോ കോപ്പി പേസ്റ്റ് പ്ലേഗറിസം, പാരാഫ്രേസിംഗ് പ്ലേഗറിസം ആൻഡ് സെൽഫ് പ്ലേഗറിസം. ദ നെക്സ്റ്റ് വൺ ഈസ് പാച്ച് വർക്ക് ഓർ മൊസൈക്ക് പ്ലേഗറിസം. നമ്മൾ മൊസൈക്ക് ഫ്ലോർസ് ഒക്കെ കണ്ടിട്ടില്ലേ? പണ്ട് ഈ ടൈൽസ് വരുന്നതിന് മുമ്പ് മൊസൈക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിമിലറായിട്ടുള്ളൊരു പ്ലേഗറിസമാണ് മൊസൈക്ക് പ്ലേഗറിസം ഓർ പാച്ച് വർക്ക് പ്ലേഗറിസം.
അതെന്താണ്? മിക്സിംഗ് ബിറ്റ്സ് ആൻഡ് പീസസ് ഫ്രം വേരിയസ് സോഴ്സസ് വിത്തൗട്ട് പ്രോപ്പർ അക്നോളജ്മെൻറ്റ് ഇസ് പാച്ച് വർക്ക് പ്ലേഗറിസം. അവിടെ നിന്ന് കുറച്ചെടുക്കുക, ഇവിടുന്ന് കുറച്ചെടുക്കുക, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ആരോടും കടപ്പാട് രേഖപ്പെടുത്താതെ ആരെയും അക്നോളജ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒരു മാറ്ററിനെയാണ് പാച്ച് വർക്ക് പ്ലേഗറിസം അല്ലെങ്കിൽ മൊസൈക്ക് പ്ലേഗറിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് സ്റ്റിച്ചിങ് ടുഗെദർ ഡിഫറെൻറ്റ് ഐഡിയാസ് ആൻഡ് പ്രസൻറ്റിങ് ഇറ്റ് ആസ് വൺസ് ഒറിജിനൽ വർക്ക്. പലരുടെ ഐഡിയാസ് എടുത്തിട്ട് സ്വന്തം എന്ന രീതിയിൽ അങ്ങ് പ്രസൻറ്റ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് ടേക്കിംഗ് ഡിഫറെൻറ്റ് പബ്ലിക്കേഷൻ പോർഷൻസ് ആൻഡ് പുട്ടിംഗ് ദം ഇൻ ടു എ ന്യൂ വൺ വിത്തൗട്ട് റെഫറൻസിങ് ദ ഒറിജിനൽ സോഴ്സസ്. പ്രോപ്പർ ക്രെഡിറ്റ് കൊടുക്കുക, മറ്റുള്ളവരുടെ ഐഡിയയെ അംഗീകരിക്കുക, അത് അക്നോളജ് ചെയ്യുക. അത് ചെയ്താൽ തന്നെ ഈ രീതിയിലുള്ള പ്ലേഗറിസം എല്ലാം അവോയ്ഡ് ആവും. സോ നൗ യു നോ കോപ്പി പേസ്റ്റ് പ്ലേഗറിസം, പാരാഫ്രേസിംഗ് പ്ലേഗറിസം, സെൽഫ് പ്ലേഗറിസം ആൻഡ് പാച്ച് വർക്ക് അല്ലെങ്കിൽ മൊസൈക്ക് പ്ലേഗറിസം. ദ ലാസ്റ്റ് വൺ ഈസ് ആക്സിഡൻ്റൽ പ്ലേഗറിസം. അതെന്താണ് ആക്സിഡൻ്റൽ പ്ലേഗറിസം? അനദർ കോമൺ ടൈപ്പ് ഓഫ് പ്ലേഗറിസം. സംടൈംസ് people may unintentionally use someone else's work without realizing it. This can happen if they forget to cite the source or misunderstand the rules of proper referencing. പ്രോപ്പറായിട്ട് റിസർച്ച് മെത്തഡോളജി അല്ലെങ്കിൽ റിസർച്ച് എത്തിക്സ് അറിയാതെ, കാരണം കൂടുതലും PhD ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റിസർച്ച് ഗൈഡാണുള്ളത്. ഗൈഡ് ചിലപ്പോൾ നമ്മുടെ അടുത്ത് കാണും അല്ലെങ്കിൽ ദൂരെ വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. നമുക്കിതെല്ലാം പറഞ്ഞു തരാൻ, കാരണം നമ്മൾ PhDക്ക് മറ്റ് കോഴ്സസിന് പോകുന്ന പോലെ ക്ലാസ് റൂം എക്സ്പീരിയൻസ് ഇല്ലല്ലോ, നമ്മൾ സ്വയം ചെയ്യാണ്. അപ്പോൾ ഇതറിയാതെ പോകും ചിലർ. മറ്റുള്ളവരുടെ എടുക്കുന്നത് ഇങ്ങനെ കടപ്പാട് രേഖപ്പെടുത്തണമെന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെ വരും ചില റിസർച്ചേഴ്സിന്. അങ്ങനെ ആക്സിഡൻ്റൽ പ്ലേഗറിസം ഉണ്ടാവുന്നത്. ടു അവോയ്ഡ് അൺഇൻറ്റൻഷണൽ പ്ലേഗറിസം, റിസർച്ചേഴ്സ് ഷുഡ് ഗെറ്റ് ഫെമിലിയർ വിത്ത് സ്റ്റാൻഡേർഡ് സൈറ്റേഷൻ പ്രാക്ടീസസ് ആൻഡ് മേക്ക് കെയർഫുൾ നോട്ട്സ് അബൌട്ട് ദെയർ റിസോഴ്സസ് ടു മേക്ക് ഷുവർ ദ വർക്ക് ഈസ് ഒറിജിനൽ. എങ്ങനെയാണ് സൈറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോട്ട് ചെയ്യേണ്ടത്. നമ്മളൊരു ബുക്കിൽ നിന്നൊരു പാരഗ്രാഫ് എടുത്താൽ ജസ്റ്റ് ബുക്കിൻ്റെ പേരും ഓതറിൻ്റെ പേരും മാത്രമല്ല, അതിൻ്റെ പബ്ലിക്കേഷൻ ഇയറും എഴുതണം. കാരണം 2000 പബ്ലിഷ് ചെയ്തൊരു ബുക്ക് അവർ 2002 അതിനെ റീപബ്ലിഷ് ചെയ്യും, റിവൈസ് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ഈ കൊട്ടേഷൻസിൻ്റെ പേജ് നമ്പർ മാറാം, അല്ലെ അവർ പുതിയതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടായിരിക്കും, റിവൈസ്ഡ് വെർഷൻ ആയിരിക്കും. അപ്പോൾ ഏത് വെർഷനിൽ നിന്നാണ്, ആരാണ് ഓതർ, ആരാണ് പബ്ലിഷർ, ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തത്, ഇതെല്ലാം നമ്മൾ ഒരു സോഴ്സ് എടുക്കുമ്പം തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരിടത്ത് എഴുതി വെക്കണം. എന്നാലേ നമുക്കത് കോട്ട് ചെയ്യാൻ ഒക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സാമാന്യമായിട്ടുള്ള അറിവ് പോലും ഇല്ലാത്തവർ ചെയ്യുമ്പോഴാണ് ആക്സിഡൻ്റൽ പ്ലേഗറിസം ഉണ്ടാവുന്നത്. ഔട്ട് ഓഫ് ദ 3 മിസ്കണ്ടക്ട്സ് ഇൻ റിസർച്ച്, ദാറ്റ് ഈസ് ഫാബ്രിക്കേഷൻ, ഫോൾസിഫിക്കേഷൻ ആൻഡ് പ്ലേഗറിസം ഇസ് ദ മോസ്റ്റ് ടോക്ക്ഡ് അബൌട്ട് വൺ. ഏറ്റവും കോമൺ വൺ ആണ്. അതുകൊണ്ടാണ് നമ്മൾ പ്ലേഗറിസത്തിന് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് എടുത്തത്. സോ എത്ര ടൈപ്പ് പ്ലേഗറിസമാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തത്? കോപ്പി പേസ്റ്റ് പ്ലേഗറിസം, പാരാഫ്രേസിംഗ് പ്ലേഗറിസം, സെൽഫ് പ്ലേഗറിസം, പാച്ച് വർക്ക് ഓർ മൊസൈക്ക് പ്ലേഗറിസം ആൻഡ് ആക്സിഡൻ്റൽ പ്ലേഗറിസം. ഇതിൽ കോപ്പി പേസ്റ്റ് പ്ലേഗറിസവും പാരാഫ്രേസിംഗ് പ്ലേഗറിസവും ഒക്കെ നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതാണ്. കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് പ്ലേഗറിസം. ഈ സെൽഫ് പ്ലേഗറിസം ഒക്കെ ചിലർക്ക് പുതിയ അറിവായിരിക്കും. അതുപോലെ ആക്സിഡൻ്റൽ പ്ലേഗറിസം. സോ നൗ ഹൗ ക്യാൻ യു അവോയ്ഡ് പ്ലേഗറിസം? എങ്ങനെ പ്ലേഗറിസം അവോയ്ഡ് ചെയ്യാം? യു ക്യാൻ അവോയ്ഡ് പ്ലേഗറിസം ബൈ സേയിങ് വേർ യു ഗോട്ട് ദി ഇൻഫോർമേഷൻ ഫ്രം ഇൻ യുവർ റൈറ്റിംഗ്. ഏറ്റവും സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. സോ ഹൗ ക്യാൻ യു അവോയ്ഡ് പ്ലേഗറിസം? യു ക്യാൻ അവോയ്ഡ് പ്ലേഗറിസം ബൈ സേയിങ് വേർ യു ഗോട്ട് ദി ഇൻഫോർമേഷൻ ഫ്രം ഇൻ യുവർ റൈറ്റിംഗ്. എവിടുന്നാണ് നിങ്ങൾക്ക് ഈ ഇൻഫോർമേഷൻ കിട്ടിയത് എന്ന് ക്ലിയറായിട്ട് രേഖപ്പെടുത്തിയാൽ നിങ്ങൾ പ്ലേഗറിസം എന്ന ഒരു തെറ്റിൽ നിന്ന് രക്ഷപ്പെടും. അതിനെന്താണ് വേണ്ടത്? ഇനഫ് ടൈം ടു ഡു യുവർ വർക്ക് പ്രോപ്പർലി. സമയമെടുത്ത് റിസർച്ച് ചെയ്യുക. ഈ റിസർച്ച് പെട്ടെന്ന് ഇടപെടുന്ന ചെയ്യേണ്ട ഒരു കാര്യമല്ല. അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ പെട്ടെന്ന് എടുത്തിട്ട് ഞാനൊരു ആർട്ടിക്കിൾ അങ്ങ് എഴുതാം, അങ്ങനെയല്ല. അതിന് എഫേർട്ട് വേണം, ടൈം വേണം. ഒരു ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ ആ ഡെഡ് ലൈനിനുള്ളിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം, അത്രയും ഹോം വർക്ക് ചെയ്യണം. ഈ ഡെഡ് ലൈൻ അടുത്ത് വരുമ്പം ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് സബ്മിറ്റ് ചെയ്യണം, തീസിസ് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യണം. സമയമായി, പലയിടത്തുനിന്നും ഫണ്ട് എടുത്തിട്ടുണ്ട്, അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യേണ്ട സമയമായി. അങ്ങനെ വരുമ്പോൾ എന്താണ്? ദേ മൈറ്റ് കോപ്പി ഫ്രം അതർ പ്ലേസസ്. ഉദ്ദേശിച്ചിട്ടായിരിക്കത്തില്ല, പക്ഷെ സബ്മിറ്റ് ചെയ്യേണ്ട ഡെഡ് ലൈൻ വന്നു, കാരണം ചെയ്യേണ്ട സമയത്ത് നമ്മൾ വർക്ക് ചെയ്തില്ല. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പ്ലേഗറിസം ചെയ്തു പോകുന്നത്. ഗുഡ് റൈറ്റിംഗ് ടേക്സ് പ്രാക്ടീസ്.
ഇത് ഗോൾഡൻ റൂൾ ഓഫ് റിസർച്ച്. ഗുഡ് റൈറ്റിംഗ് ടേക്സ് പ്രാക്ടീസ്. നല്ലപോലെ ഒരു കണ്ടൻറ് എഴുതണമെങ്കിൽ അതിന് ഇച്ചിരി മെനക്കേടും പ്രാക്ടീസും വേണം. നമ്മൾ ആദ്യമേ എഴുതുമ്പം ചിലപ്പം നമ്മുടെ കണ്ടൻറ് നല്ലതായിരിക്കില്ല. നമ്മളതിനെ പരിഷ്കരിച്ച് എഴുതി ശീലിച്ച് പിന്നെ നല്ല ലിറ്ററേച്ചർ അറിയാവുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്തോ ഗൈഡ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഇത് കാണിച്ചിട്ട് അതിനെ മിനുക്കിയാണ് നമ്മൾ ആദ്യമേ എഴുതുമ്പോൾ നമുക്ക് ഗ്രാമാറ്റിക്കൽ എറർ കാണാം, നമ്മുടെ ലാംഗ്വേജ് സ്റ്റൈല് കൊള്ളില്ലായിരിക്കും. ബട്ട് ദെൻ ഇറ്റ് കംസ് വിത്ത് പ്രാക്ടീസ് ആൻഡ് സപ്പോർട്ട് ഫ്രം അതേഴ്സ്. അതിന് നമുക്ക് സപ്പോർട്ട് എടുക്കാം. നമ്മുടെ ഫൈൻഡിങ്സിൻ്റെ ആ ലിറ്ററേച്ചർ പാർട്ട് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണമല്ലോ. അതിന് ലിറ്ററേച്ചർ അറിയാവുന്നവർ, ഭാഷ കൈകാര്യം ചെയ്യുന്ന അറിയാവുന്നവരുടെ ഹെൽപ്പ് നമുക്ക് എടുക്കാം. അതുപോലെ തന്നെ വർക്കിംഗ് വിത്ത് എക്സ്പീരിയൻസ്ഡ് റൈറ്റേഴ്സ് ക്യാൻ ടീച്ച് യങ് റിസർച്ചേഴ്സ് ഹൗ ടു പ്രോപ്പർലി കളക്ട് ഇൻഫർമേഷൻ ഫ്രം അതർ സോഴ്സസ്. നല്ല പരിചയസമ്പത്തുള്ള റിസർച്ചേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്താൽ പോലും നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ മറ്റ് സോഴ്സിൽ നിന്ന് കടപ്പാട് രേഖപ്പെടുത്തി നമുക്ക് എടുക്കാൻ പറ്റുന്ന രീതി എന്താണെന്ന് അറിയാൻ പറ്റും. It is a good idea to set aside specific times, one for reading background stuff, another for writing your own ideas. നിങ്ങളുടെ റിസർച്ചിന് എടുക്കുന്ന നിങ്ങളുടെ ടൈം ഇത്രയും ഞാൻ റീഡ് ചെയ്യാൻ എടുക്കും, ഇത്രയും ഞാൻ അതിനെ എൻ്റെ ഐഡിയയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എടുക്കും. അങ്ങനെ സ്പെസിഫിക്കായിട്ട് നിങ്ങൾ സമയം നീക്കി വെച്ചാൽ തന്നെ ഈ ഒരു പ്ലേഗറിസത്തിൻ്റെ ഇഷ്യൂവിൽ നിന്ന് അവോയ്ഡ് ആവാം. പ്ലേഗറിസം ഒരു വളരെ സീരിയസ് ഇഷ്യൂ ആണ്. അത് മനസ്സിലാക്കുക. ഒരുപാട് പേരുടെ ഭാവി പ്രശ്നത്തിലാക്കിയ ഒരു ഇഷ്യൂ ആണ്. ഇത് പിടിക്കപ്പെടാതെ ഇരിക്കുമ്പോഴാണിത് ആൾക്കാർ വളരെ സേഫാണെന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്നത്. വളരെ അപൂർവമായിട്ട് ഇത് പിടിക്കപ്പെടുകയുള്ളൂ. പക്ഷേ പിടിക്കപ്പെടുമ്പോൾ ഇത് വളരെയധികം മീഡിയ അറ്റൻഷനും, മിക്കവരും പിടിക്കപ്പെടുന്നവർ നല്ല പൊസിഷനിലിരിക്കുന്നവരായിരിക്കും. വർഷങ്ങൾ മുമ്പ് സബ്മിറ്റ് ചെയ്ത PhD ആയിരിക്കും, പക്ഷേ ഇപ്പോഴായിരിക്കും പിടിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഇൻസ്റ്റൻ്റായിട്ട് പിടിക്കപ്പെടാത്തതുകൊണ്ട് ഇത് വളരെ വ്യാപകമായിട്ട് കണ്ടുവരുന്ന ഒരു മിസ്കണ്ടക്റ്റാണ് റിസർച്ചിൽ. കുട്ടികളുടെ ഇടയിൽ, ടീച്ചേഴ്സിൻ്റെ ഇടയിൽ, അക്കാഡമിഷ്യൻസിൻ്റെ ഇടയിൽ എല്ലായിടത്തും ഇത് വ്യാപകമായിട്ട് കണ്ടുവരുന്നുണ്ട്. സോ അതൊരു ഫാക്റ്റാണ്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ യു ഹാവ് ടു നോ വാട്ട് ഈസ് എത്തിക്സ്. എന്താണ് റിസർച്ച് എത്തിക്സ്? ഞാനൊരു റിസർച്ചർ എന്ന നിലയ്ക്ക് എന്തൊക്കെ റൂൾസാണ് ഞാൻ പാലിക്കേണ്ടത്? ഒരു പ്രോപ്പറായിട്ട് കള്ളത്തരം കാണിക്കാതെ, മറ്റുള്ളവരുടെ ഐഡിയാസ് കിഡ്നാപ്പ് ചെയ്യാതെ, ഫാബ്രിക്കേറ്റ് ചെയ്യാതെ, ഫോൾസിഫൈ ചെയ്യാതെ എങ്ങനെയാണ് എൻ്റെ ഒരു ഒറിജിനൽ വർക്ക് എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത്? അതിനൊരു ഷോർട്ട് കട്ടും ഇല്ല. യു ഹാവ് ടു ഡു ഹാർഡ് വർക്ക്. യു ഹാവ് ടു ഫൈൻഡ് ടൈം ഫോർ യുവർ റിസർച്ച്.